എല്ലാവർക്കും നമസ്കാരം. ദന്നിൻ്റെ ഓപ്ഷൻ ചെയിനിൻ്റെ ഡീകോഡ് ചെയ്യാൻ പലർക്കും ഇനിയും അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെ അവൈലബിൾ ആണ്, ദൻ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ചെയിനിനെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഓപ്ഷൻ ചെയിൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അനാലിസിസ് നടത്താം, ഓപ്ഷൻ ചെയിനിനുള്ളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണെന്നൊന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇനിയും പലരും ശ്രമിച്ചിട്ടില്ല. അതിന് ഒരുപാട് പേർക്ക് എൻ്റെ സ്റ്റുഡൻസിൻ്റെ നിന്ന് തന്നെ എനിക്കതിൻ്റെ റെസ്പോൺസ് കിട്ടാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വാക്ക് ത്രൂ ദന്നിൻ്റെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് എങ്ങനെ നടത്താം, എന്തൊക്കെ ഫീച്ചേഴ്സ് അതിനകത്ത് അവൈലബിൾ ഉണ്ട്, എങ്ങനെ നടത്താം എന്നുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ ചെയിൻ നോക്കിയിട്ട് എന്തൊക്കെ ചെയ്യാം, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം. അഡീഷണലി അതിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് ദൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു വാക്ക് ത്രൂ ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. ദന്നിൻ്റെ OT പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അനലൈസിൽ പോവുക. ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ ചെയിൻ കാണും. അവിടെ പോയിട്ട് അഡ്വാൻസ്ഡ് ഓപ്ഷൻ ചെയിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് അറിയേണ്ടുന്ന എന്നാൽ ഹിഡൻ ആയിട്ടിരിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിനെ പറ്റിയിട്ടുള്ളൊരു ക്വിക്ക് എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ. തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ കിട്ടാവുന്ന അറിവുകൾ പല രീതിയിലാണ്. അത് എല്ലാത്തിനെയും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നല്ല ട്രേഡേഴ്സ് എപ്പോഴും അങ്ങനെയാണ്. കിട്ടുന്ന സമയം കുറച്ചൊരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് മാക്സിമം നിങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കൽ നിങ്ങളുടെ കയ്യെത്തുന്ന ഇതിൽ നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളും അതിനൊന്ന് പ്രാക്ടീസിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ അസറ്റ് തന്നെയാണ്. അങ്ങനെയാണ് സ്ലോ ബട്ട് സ്റ്റഡിലി വി ക്യാൻ ബിക്കം എ പ്രോ ട്രേഡർ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. കൂടുതൽ കാര്യത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് ഓപ്ഷൻ ചെയിനിന് ഡീറ്റെയിൽഡ് ഓപ്ഷൻ ചെയിൻ എന്താണെന്നും എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നിങ്ങളിവിടെ നോക്കൂ, ഓപ്ഷൻ സ്ട്രാറ്റജി ബിൽഡർ ദന്നിൻ്റെ ഓപ്ഷൻ സ്ട്രാറ്റജിയിലേക്ക് വരിക. അവിടെ നിന്ന് നമ്മൾ എന്തിലേക്ക് പോവുക, ഇൻസൈറ്റ്സിലേക്ക് പോവുക. ഇൻസൈറ്റ്സിൽ ഓപ്ഷൻ ചെയിൻ കാണാൻ പറ്റും. ഓപ്ഷൻ ചെയിനിൽ നിങ്ങൾ പോയിട്ട് അഡ്വാൻസ്ഡ് ഓപ്ഷൻ ചെയിൻ സെലക്ട് ചെയ്യാം. ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് അഡ്വാൻസ്ഡ് ഓപ്ഷൻ ചെയിൻ. അതിൽ പോയിട്ട് നിങ്ങളിപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പോൾ നിഫ്റ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിഫ്റ്റി വരും. നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്, നമുക്ക് എക്സ്പയറി ഡേറ്റ്സ് നോക്കൂ. ഏതൊക്കെ എക്സ്പയറി നോക്കൂ. നെക്സ്റ്റ് ഇപ്പോൾ കറണ്ട് വീക്ക് എക്സ്പയറി, തൊട്ടടുത്ത ആഴ്ചത്തെ എക്സ്പയറി, അതിനടുത്ത ആഴ്ചത്തെ എക്സ്പയറി, അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്പിൾ ഏതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ അതെല്ലാം ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഓപ്ഷൻസ് ചെയിൻസ് നമുക്ക് ഇവിടെ വിസിബിളായിട്ട് നോക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ മാസത്തെ നോക്കാം, അല്ലെങ്കിൽ ഈ ഓരോ വീക്കിലി എക്സ്പയറി നമുക്ക് നോക്കാം. സോ ആഫ്റ്റർവേർഡ്സ് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ എക്സ്പയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓപ്ഷൻ ഗ്രീക്സ് എന്നൊരു സാധനമുണ്ട്. നിങ്ങൾക്ക് അതറിയോ? ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് നോക്കൂ, പലർക്കും അറിയില്ല. വേഗ, അതായത് ഡെൽറ്റ, ഗാമ, തീറ്റ, വേഗ, ഇതൊക്കെ നമുക്ക് എവിടെ ആഡ് ചെയ്യാം? ഓപ്ഷൻസിൽ നമുക്ക് നമ്മുടെ കറസ്പോണ്ടിങ് റിക്വയർഡ് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നോക്കൂ, ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് എന്തൊക്കെയാണെന്ന് നോക്കൂ. ഇതിപ്പോൾ പെർ ലോട്ട് ബേസിസിലല്ല, പെർ ക്വാണ്ടിറ്റി ബേസിസിലാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് വച്ചേക്കുന്നത്. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കൂ. IV ഇംപ്ലൈഡ് വോളറ്റിലിറ്റി എന്ന് പറയും. IV നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കോൾ സൈഡ് IV, പുട്ട് സൈഡ് IV നമുക്ക് നോക്കണം. അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, IV ലെഫ്റ്റ് സൈഡ്, ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആണ്. ഞാനിവിടെ ഓൾറെഡി കൊടുത്തേക്കുവാണ്. എന്താ നോക്കൂ, IV കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് IV ഇവിടെ കാണിക്കുന്നത്. പലർക്കും IV എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അറിയുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്ട്രൈക്കിൻ്റെയും ഇംപ്ലൈഡ് വോളറ്റിലിറ്റി ഇപ്പോൾ നോക്കൂ, 23,950യുടെ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി 11.55. അതിൻ്റെ തന്നെ പുട്ട് സൈഡിലാണെങ്കിൽ 11.19. ഓൾമോസ്റ്റ് ഈക്വലാണ്. IV ഇൻബാലൻസ്, IV കൂടുകയാണെങ്കിൽ അവിടുത്തെ പ്രീമിയം നമുക്ക് പിന്നീട് അവിടെ നിന്ന് കുറയാനുള്ള സാധ്യത ഉണ്ടാവും. IV കുറയുകയാണെങ്കിൽ പിന്നെ അടുത്ത പ്രീമിയം കൂടാനുള്ള സാധ്യത ഉണ്ടാവും. ഇതൊക്കെ ഒരു ബേസിക് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അതിനെപ്പറ്റി അടുത്ത് മനസ്സിലാക്കേണ്ട എന്താണ്, നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഗ്രീക്സ് ഡെൽറ്റ വാല്യൂ അറിയണോ? ഇപ്പോൾ നിങ്ങൾക്ക് കോൾ സൈഡ് ഡെൽറ്റയും പുട്ട് സൈഡ് ഡെൽറ്റ വാല്യൂ അറിയണേ. നോക്കൂ, ഞാനിവിടെ ഡെൽറ്റ വാല്യൂ കൊടുത്തു. ഡെൽറ്റ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ഡെൽറ്റ ഇവിടെ വന്നു. നോക്കൂ, ഡെൽറ്റ ഒരു കോളം പുതുതായിട്ട് ആഡായിട്ട് ഇവിടെ കോൾ സൈഡിൻ്റെ ഡെൽറ്റ എത്ര, പുട്ട് സൈഡിൻ്റെ ഡെൽറ്റ എത്ര. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്ട്രാറ്റജീസ് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഡെൽറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ 0.5 ഡെൽറ്റ ഉള്ളത്, 0.25 ഡെൽറ്റ ഉള്ള ബേസിസിൽ നമുക്ക് സ്ക്രിപ്റ്റൊക്കെ സ്ട്രാറ്റജീസൊക്കെ ബിൽഡ് ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ്. ഈ ഡെൽറ്റ വാല്യൂ മനസ്സിലാക്കുക. വേണ്ടുന്നതിനെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വെക്കാൻ പാകത്തിന് നമുക്ക് ഓപ്ഷൻ ചെയിനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമാതിരി ചെയ്യാം. അതേമാതിരി വേറെ എന്തൊക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ട് നോക്കൂ.
നോക്കൂ ഒ എ ഉണ്ട്, ടോട്ടൽ ബിൽഡപ്പ് ഉണ്ട്, ചേഞ്ച് ഇൻ ഒ എ ഉണ്ട്, പിന്നെ നോർമൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, LTP ഉണ്ട്. PCR വാല്യൂവിനെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ശ്രദ്ധിച്ചോളൂ. PCR പുട്ട് കോൾ റേഷ്യോ. പുട്ട് കോൾ റേഷ്യോ എപ്പോഴും ഒന്നിന് മുകളിൽ പോവുകയാണെങ്കിൽ ബുള്ളിഷ് ആണെന്നും ഒന്നിന് താഴെ വരികയാണെങ്കിൽ അത് ബെയറിഷ് മോഡാണെന്നും 0.75 താഴെ പോവുകയാണെങ്കിൽ സൂപ്പർ ബെയറിഷ് ആണെന്നും 1 ആൻഡ് എബോ 1.2 റേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ സൂപ്പർ ബുള്ളിഷ് ആണെന്നും ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് ശ്രദ്ധിച്ചോളൂ. ബട്ട് നോട്ട് ഓൺ പിന്നെ എക്സ്ട്രീം ലോയും എക്സ്ട്രീം ഹൈയിൽ പോയാലും റിവേഴ്സൽ ചാൻസിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് PCR പറ്റി മനസ്സിലാക്കേണ്ട കാര്യം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പല സോഴ്സിലൂടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കൂ. നമ്മളിപ്പോൾ ഓപ്ഷൻ ചെയിനിനെ പറ്റി പഠിക്കുന്നു എന്നുള്ളൂ. നിങ്ങൾക്ക് PCR വാല്യൂ ആഡ് ചെയ്യണോ? PCR വാല്യൂ ഞാനിവിടെ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ട്രൈക്കിനും നമുക്ക് എന്തറിയാം, നമുക്ക് ഓവറോൾ PCR വാല്യൂ നോക്കൂ ഇപ്പോൾ നിൽക്കുന്നത് അതാണ് ക്യുമുലേറ്റീവ് PCR വാല്യൂ. ഓവറോൾ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ പുട്ട് കോൾ റേഷ്യോ 0.92 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ബുള്ളിഷും അല്ല ബെയറിഷും അല്ല, മ്യൂട്ടഡ് അവസ്ഥയിലാണ് നിഫ്റ്റി നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഗ്രാഫ് എടുത്ത് വെച്ച് നോക്കൂ. നിഫ്റ്റിയുടേത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഡെയിലി ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ കഴിയുക? നിഫ്റ്റിയുടെ നോക്കൂ, 1 ഡേ ചാർട്ട് നോക്കിയാൽ നോക്കൂ, ഇത് 1 മിനിറ്റ് 5 മിനിറ്റ്സാണ്. ഞാനിപ്പോൾ അത് 1 ഡേ നോക്കിയാൽ നോക്കൂ, മ്യൂട്ടഡ് ആണ് അല്ലേ? നോക്കൂ, ഈ ഒരു ചാർട്ട് മുകളിലേക്കും പോയിട്ടില്ല താഴ്പോട്ടേക്കും പോയിട്ടില്ല, ഒരു മ്യൂട്ടഡ് അവസ്ഥ. സോ PCR വാല്യൂ വഴിയും നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് ആണെങ്കിലും ശരി, ഇപ്പോൾ ഇൻഡെക്സസ് ഓപ്ഷൻ ആണെങ്കിലും ശരി, ഇക്വിറ്റി ഓപ്ഷൻസിൻ്റെയും അതിൻ്റെ മോഡ് ഓഫ് ട്രെൻഡ്, അത് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ ന്യൂട്രലാണോ സൈഡ് വേസിലാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിവിടെ നോക്കൂ, PCR വാല്യൂ നമ്മളിവിടെ കൊടുത്തു. ഇനി മാക്സ് പെയിൻ എന്ന് വെച്ചിട്ടൊരു സംഭവമാണ്. അതായത് മാക്സ് പെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്പയറിയിൽ ഏത് എക്സ്പയറി പോയിന്റിലാണോ മാക്സിമം ആയിട്ട് അതിൽ എക്സ്പയർ ആകാനുള്ള സാധ്യത ഏതാണെന്ന് നമ്മൾക്ക് അപ്രോക്സിമേറ്റ് പ്രിഡിക്ഷനൊക്കെ പറയുന്ന ഒരു, ഇതൊന്നും അത്ര ആക്യുറേറ്റ് ആയിട്ടൊന്നുമല്ല. മാക്സ് പെയിൻ ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ഒരേ ഒരു ഓപ്ഷൻ ചെയിനിൽ തന്നെ എത്ര കാര്യങ്ങളുണ്ട് നോക്കും. അതേമാതിരി ഓരോ സ്ട്രൈക്കിനും കറസ്പോണ്ടിങ് ആയിട്ട് എത്രമാത്രം ബിൽഡപ്പ് ഉണ്ടെന്ന് നോക്കൂ. IV ഉണ്ട്, OI ചേഞ്ചിനെ പറ്റിയിട്ട് കൊടുത്തേക്കുന്നു നോക്കൂ. ഷോർട്ട് ബിൽഡപ്പ് കൂടുതലാണോ? ഇതിങ്ങനെ ഈ വര കൊണ്ട് മാത്രം തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ 2 സ്ട്രൈക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ലോങ് ബിൽഡപ്പ് കൂടുതലാണ്, ഷോർട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ശക്തമായിട്ടുള്ള ലോങ് ബിൽഡപ്പ് ഉണ്ട്, ഇവിടെ ശക്തമായിട്ടുള്ള ഷോർട്ട് ബിൽഡപ്പ് കുറവാണ്. അതേമാതിരി ഇവിടെ നോക്കൂ, ഈ ഒരു 24,000 2 പേര്, അതാണ് ഇവിടെ മാക്സ് പെയിൻ 24,000 വരാൻ കാരണം എന്താണെന്ന് നോക്കൂ. ഈ ഒരു സ്ട്രൈക്കിൽ പുട്ട് ഓപ്ഷനും ശരി കോൾ ഓപ്ഷനും ശരി ശക്തരായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രൈക്കിൽ നമുക്ക് ഓപ്ഷൻ ചെയിനിലൂടെ തന്നെ നമ്മൾ ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ നമ്മൾ എന്താ പറയുക, വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സ് വഴി നോക്കുന്ന മാതിരി തന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ലൈൻസിലൂടെയും നമുക്ക് എന്തറിയാൻ പറ്റും? നമുക്ക് ഇനി ഇതിൻ്റെ ഓരോ സ്ട്രൈക്കിൻ്റെയും സ്ട്രെങ്ത്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എവിടെ വരെ പോകാനും വരാനും സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നോക്കൂ, ഞാൻ ചേഞ്ച് ഇൻ OA കൊടുത്ത് നോക്കൂ. ചേഞ്ച് ഇൻ OA കൊടുത്തു കഴിഞ്ഞാൽ അതാണ് OAയെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ഇൻ OA ആണ്. ഓപ്ഷൻ ATM IV നോക്കൂ, ഓപ്ഷൻ ചേഞ്ച് ഇൻ OA വരുമ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്താ കൊടുത്തേക്കുന്ന OA ചേഞ്ചാണ്. അപ്പോൾ ആ ചേഞ്ചസിലും നമുക്കിവിടെ ഇതേമാതിരി നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ആരാണ് കൂടുതൽ മുകളിലേക്ക് വരുന്നതോറും 2400 24,200 ശക്തമായിട്ട് ആരാ ഉള്ളത്? കോൾ ഓപ്ഷൻസാണ്. 24,100 ഉണ്ട്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 24,000 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൾ സൈഡ്, അതായത് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം ശക്തരായിട്ട് വരുന്നു എന്ന് കാണാൻ കഴിയും. പുട്ട് സൈഡുകാരുടെ എണ്ണം എന്നാലും കമ്പാരിറ്റീവ്ലി ഉണ്ടെങ്കിൽ പോലും ശക്തരായിട്ട് ആരായി നിൽക്കുന്നത് കോൾ സൈഡുകാർ. അപ്പം മാർക്കറ്റിൽ നല്ല റെസിസ്റ്റൻസ് മുകളിലേക്ക് വരുംതോറും ശക്തമായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടെന്നും എന്നാൽ താഴ്പോട്ടേക്ക് പോകുമ്പോൾ ശക്തമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെന്നും നമുക്കിവിടെ കാണാൻ കഴിയും. ഇതും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേമാതിരി IV വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്താണ്? ഇംപ്ലൈഡ് വോളറ്റിലിറ്റി. അതായത് ഒരു മാസത്തെ, ഇപ്പം ആക്ച്വലി ഹിസ്റ്റോറിക്കൽ ഡേറ്റയിൽ നിന്ന് ഒരു മാസത്തെ വോളറ്റിലിറ്റി അപേക്ഷിച്ച് നോക്കുന്ന ആ വാല്യൂ നോക്കുന്നവരുണ്ട്. ഇപ്പോൾ ഔട്ട് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നിൽക്കുന്ന ഓരോ സ്ട്രൈക്കിൻ്റെയും വോളറ്റിലിറ്റി വലിയ ഡിഫറൻസസ് ഒന്നും ഇല്ലാണ്ടോ. 11 ആണെങ്കിൽ ഇവിടെ 10, ഇവിടെ ATMൽ നോക്കൂ 11.5, ഇവിടെ 11.9 ന്യൂട്രലാണ്. അപ്പോൾ ഇനി നാളെയും എന്താ സംഭവിക്കാൻ പോകും? നാളെ ഒരു എക്സ്പയറി ഡേയും കൂടെയാണ്. നാളെയും വലിയ രീതിയിലുള്ള ഒരു ഹ്യൂജ് അപ്പ് ആർ ഡൗൺ
ചേഞ്ചസ് സംഭവിക്കാൻ സാധ്യതയില്ല. വോളറ്റിലിറ്റി ക്രഷ് എന്നൊക്കെ പറയും, അത് ഒരു പെട്ടെന്ന് സഡൻ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ വരാൻ സാധ്യത കുറവാണ് എന്നുള്ളത് വിഷയം നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം പോയിന്റ്സ് നമുക്കിതിലൂടെ അറിയാം. ഇനി അടുത്ത് എന്താണ്, നമുക്കിതിന് ഓരോ സ്ട്രൈക്കിനെയും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നോക്കൂ, നിങ്ങൾക്കിപ്പോൾ ഈ സ്ട്രൈക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ സിംപ്ലി ക്ലിക്ക് ചെയ്യുക, ആഡ് ടു വാച്ച് ലിസ്റ്റ് കൊടുക്കുക. വാച്ച് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിത് നേരെ നമുക്കിതിൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇവിടെ ഫസ്റ്റ് വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവിടെ നിഫ്റ്റി ഓപ്ഷൻ ചെയിനിൽ ഇവിടെ തന്നെയുണ്ട് ഓപ്ഷൻ ചെയിൻ. ഞാനിവിടെ ആഡ് കൊടുത്തു, ഓൾറെഡി കൊടുത്ത ഇതിന് ഇവിടെ തന്നെ വന്നു. നോക്കൂ, അതിവിടെ ഉണ്ട്. ആഡ് ടു വാച്ച് ലിസ്റ്റ് കൊടുത്താൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അത് വാച്ച് ലിസ്റ്റ് വന്ന് കിടന്നോളും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിനെ വ്യൂ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ എന്താണ്, ഇനി ഇതിൻ്റെ ബാസ്ക്കറ്റ് എന്ന് പറയും. ആഡ് ടു ബാസ്ക്കറ്റ് ഓർഡർ. ഇപ്പോൾ ബാസ്ക്കറ്റ് ഓർഡറൊക്കെ എടുക്കുന്നവർ ഒരേ സമയം മൾട്ടിപ്പിൾ സ്ട്രൈക്സ് ബൈയും സെല്ലും ഒക്കെ ചെയ്യാൻ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ടാവും. അത്തരക്കാർക്ക് ഇവിടെ മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ടു ബാസ്ക്കറ്റ്, നമ്മൾ ഓൾറെഡി ബാസ്ക്കറ്റ് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ബാസ്ക്കറ്റ് ഓർഡർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി സെറ്റ് അലേർട്ട് നോക്കൂ, ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട്, സെറ്റ് അലേർട്ട്. നമുക്ക് അലേർട്ട്സും സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മെയിനായിട്ട് ഈ ട്രേഡിംഗ് വ്യൂ ഒക്കെ പെയ്ഡ് വേർഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് മാത്രമുള്ള ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് തന്നിലൂടെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അലേർട്ട്സ് ഇപ്പോൾ ഈ ഒരു സ്ട്രൈക്കിന് ഒരു അലേർട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടോ എന്ന് വെച്ചോളൂ. എന്താണ് അലേർട്ട് നോക്കൂ, പ്രൈസ് അലേർട്ടാണോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് അലേർട്ടാണോ? അത് നിങ്ങൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഇതിൻ്റെ നോക്കൂ 194.90 ഇതിൻ്റെ പ്രൈസ് അലേർട്ട്. നിങ്ങൾക്ക് ഇതിപ്പോൾ 210 ആവുമ്പോൾ ഒരു അലേർട്ട് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു നോട്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നോട്ട് കൊടുക്കും. നീഡ് ടു ബൈ എന്നോ അല്ലെങ്കിൽ സെല്ലെന്നോ, ബൈ എന്നോ സെല്ലെന്നോ പറഞ്ഞ് നിങ്ങളൊരു സെറ്റ് അലേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോക്കൂ, പ്രൈസ് അലേർട്ട് സെറ്റായി. ആ ഒരു പെർട്ടിക്കുലർ സ്ട്രൈക്കിൻ്റെ പുറത്ത് നമുക്ക് നമ്മുടെ ആപ്പിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് പ്രൈസ് ബേസിസിലാണ്, ഓക്കെ ഈ പ്രൈസ് ബേസിസിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രൈക്ക് നിങ്ങൾക്ക് സെല് ചെയ്യണം അല്ലെങ്കിൽ ബൈ ചെയ്യണം, നിങ്ങളൊരു അലേർട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അലേർട്ട് നിങ്ങൾക്ക് വരും. ഇത്തരം ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിനാണ് ഓപ്ഷൻ ചെയിൻ വെച്ചേക്കുന്നത്. ഓപ്ഷൻ ചെയിനിൽ ഇത്രയും അധികം ഫീച്ചേഴ്സ് നമ്മുടെ ധൻ തരുമ്പോൾ നിങ്ങൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾക്കത് അറിയാത്തത് നിങ്ങളുടെ തെറ്റല്ല. ഇനിയെങ്കിലും ഇനിയും നിങ്ങൾ ഇതൊക്കെ ഓരോന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ബേസിക് കാര്യങ്ങൾ, ഇപ്പോൾ OA നോക്കുക, IV പോലും നിങ്ങൾ വിട്ടേക്കൂ. OA ചേഞ്ച് ഇൻ OA കൊടുത്താൽ ചേഞ്ച് ഇൻ OA നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ബാസ്ക്കറ്റിൽ ആഡ് ചെയ്യുന്ന കാര്യം, പിന്നെ ഡെൽറ്റ വാല്യൂ നോക്കുന്ന കാര്യം. ഇപ്പോൾ എത്രയാണ് ഡെൽറ്റ, ATM ഡെൽറ്റ ഇപ്പോൾ നോക്കൂ, നോർമലി 50 നിൽക്കുന്ന ഇപ്പോൾ 60, 56 റേഞ്ചിലൊക്കെ. അപ്പോൾ ഔട്ട് ഓഫ് ദി മണിയിൽ പോലും 24,100 വരെ ഇപ്പോൾ ഡെൽറ്റ വാല്യൂ ഓൾമോസ്റ്റ് 50 ഉണ്ട്. അപ്പോൾ നല്ല ശക്തമായിട്ട് കോൾ ഡെൽറ്റ കൂടിയിട്ടുണ്ട്. പുട്ടിൻ്റെ സൈഡ് ഡെൽറ്റയും അതേമാതിരി നല്ല അതിശക്തമായിട്ട് നോക്കൂ, 24,150 റേഞ്ചിൽ ഔട്ട് ഓഫ് ദ മണിയിൽ പോലും ഏതാണ്ട് 150. പക്ഷേ ATM നോക്കൂ, പുട്ടിൻ്റെ ഡെൽറ്റ കുറവാണ്, കോളിൻ്റെ ഡെൽറ്റ കൂടുതൽ, ഡബിൾ ദ ഡെൽറ്റയാണ് കോളിൻ്റെ ഡെൽറ്റ കിടക്കുന്നത്. സോ ഇതൊക്കെ മനസ്സിലാക്കാനും ഇതിൻ്റെ PCR റേഷ്യോ അതേമാതിരി നമ്മൾ പുട്ട് കോൾ റേഷ്യോ എന്നാലും ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നതും അതൊക്കെ ഈസി ആയിട്ട് ഒരേ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ ഒരേ ഒരു ഇൻ്റർഫേസിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അത് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഇത്തരം ഫീച്ചേഴ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പെയ്ഡ് പ്ലാറ്റ്ഫോംസ് ഒക്കെ തേടി പോകേണ്ടി വരും. ഇവിടെ എല്ലാം പാക്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ നിങ്ങൾ അതൊന്നും ബോധേഡാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ. ഇനിയെങ്കിലും അത് വരാതിരിക്കട്ടെ. സിമ്പിളായിട്ട് ഓപ്ഷൻ ട്രേഡറിൽ, വെബ് പ്ലാറ്റ്ഫോമിൽ ഓപ്ഷൻ ട്രേഡറിലേക്ക് പോവുക, ഓപ്ഷൻ ട്രേഡറിൽ നിന്നിട്ട് ഇൻസൈറ്റ്സിലേക്ക് പോവുക, അതിൽ നിന്നും അഡ്വാൻസ്ഡ് ഓപ്ഷൻ ചെയിനിലേക്ക് പോവുക. അവിടെ നിങ്ങൾ ഏത് സ്ക്രിപ്റ്റ് വേണമെങ്കിലും, ഏത് സ്റ്റോക്കിൻ്റെ, ഏത് ഇക്വിറ്റി ഡെറിവേറ്റീവ്സിലുള്ള ഏതും ഓപ്ഷൻസിലുള്ള ഏതിൻ്റെയും ഓപ്ഷൻ ചെയിൻ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് എക്സ്പയറീസ് നമുക്ക് പ്രൊവൈഡഡ് എക്സ്ചേഞ്ച് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ധനിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ മറക്കാണ്ട് നിങ്ങളിതിനെ പ്രാക്ടീസ് ചെയ്യുക.
പ്രാക്ടീസിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതൊക്കെ ഉപകാരപ്പെടുത്തുള്ളൂ. സിമ്പിൾ വീഡിയോ ആണ്, പക്ഷേ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു അസറ്റ് തന്നെയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. കാരണം കാശ് കൊടുത്ത് അല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും നമുക്കൊരു ഓപ്ഷനെ എങ്ങനെയൊക്കെ നമ്മളെ വരുതിയിൽ കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും അത് നമ്മൾക്ക് ലഭിച്ചാൽ മാത്രം പോരാ, അതിനെ ഡീകോഡ് ചെയ്യാൻ നമ്മളതിനെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുകയും വേണം. ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ ജോലി, നിങ്ങളാണ് ഇനി അതിൽ നിന്നും കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, സോ താങ്ക് യു. വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Bye. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.